രാജ്ഭവനിൽ നിലവിലെ കേരള പോലീസിന്റെ സുരക്ഷ തുടരുകയാണ്. കേന്ദ്ര സുരക്ഷ ഏർപ്പെടുത്തിയ ഉത്തരവ് ലഭിച്ചതിനു ശേഷമായിരിക്കും തുടർ തീരുമാനം. ചീഫ് സെക്രട്ടറിക്കും ഡിജിപിക്കും കേന്ദ്ര ഉത്തരവ് ഇതുവരെ ലഭിച്ചിട്ടില്ല. സുരക്ഷയ്ക്കെത്തിയ സിആർപിഎഫ് ഉദ്യോഗസ്ഥർ രാജ്ഭവനുള്ളിൽ തുടരുകയാണ്. വി.എസ്. അനുരാഗ് തിരുവനന്തപുരത്ത് നിന്നും ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനുരാഗ്, ഇതുമായി ബന്ധപ്പെട്ട് രാജ്ഭവന്റെ PROയുടെ അറിയിപ്പിനപ്പുറത്തേക്ക് ഒരു ഉത്തരവ് അത് സംസ്ഥാന തലത്തിൽ സർക്കാരിന് ലഭിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ഇപ്പോഴും കേരള പോലീസിന്റെ സുരക്ഷയല്ലേ രാജ്ഭവനിൽ തുടരുന്നത്? തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു സുരക്ഷ ഏർപ്പെടുത്തുമ്പോൾ ഈ രാജ്ഭവന്റെ ഗേറ്റ് മുതൽ അകത്ത് വരെയുള്ള സുരക്ഷ CRPF ഏറ്റെടുക്കുകയാണ് പതിവ്. പക്ഷേ അതിന് നിയമപരമായ മറ്റു കാര്യങ്ങളുണ്ട്. അതായത് കൃത്യമായി കേന്ദ്ര സുരക്ഷ സംബന്ധിച്ച് ഒരു ഉത്തരവ് സംസ്ഥാനത്തിന് ലഭിക്കേണ്ടതുണ്ട്. അത് ചീഫ് സെക്രട്ടറിക്കോ സംസ്ഥാന പോലീസ് മേധാവിക്കോ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ സുരക്ഷ, കേരളം നൽകിക്കൊണ്ടിരുന്ന തന്നെ Z+ കാറ്റഗറി സുരക്ഷ, കേരള പോലീസിന്റെ സുരക്ഷ ഇപ്പോഴും തുടരുക തന്നെയാണ്. ഇത് സംബന്ധിച്ച് ഇനി ഉത്തരവ് കേന്ദ്ര സുരക്ഷ സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിക്കോ DGPക്കോ ഈ സംബന്ധിച്ച എന്തെങ്കിലും അറിയിപ്പ് ലഭിച്ചാൽ, അല്ലെങ്കിൽ കൃത്യമായ ഒരു ഡോക്യുമെന്റ് ലഭിച്ചാൽ മാത്രമേ ഈ കേരള പോലീസിന്റെ സുരക്ഷ പിൻവലിക്കാനാകൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ രീതിയിലാണ് ഇപ്പോൾ സുരക്ഷ മുന്നോട്ട് പോകുന്നത്. ശരി, വി.എസ്. അനുരാഗാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.